നമസ്കാരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് തൊട്ടു തലേന്ന് രാഷ്ട്രീയ പോര് അത്യന്തം നാടകീയമായ തലത്തിലേക്ക് നീങ്ങുകയാണ്. വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച പ്രതിരോധങ്ങൾ ഓരോന്നായി പൊളിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പണം നൽകിയെന്ന് പറയപ്പെടുന്ന യുവതിയെ തനിക്ക് അറിയില്ലെന്ന ശോഭയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. കണ്ണാടിയിൽ വയോധികയ്ക്ക് പണം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന വെള്ള ചുരിദാർ ധരിച്ച യുവതിയെ തനിക്ക് അറിയില്ലെന്നും അവർ തന്റെ കാറിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭാ സുരേന്ദ്രനൊപ്പം സിമി സജീവ് എന്ന യുവതി നിൽക്കുന്ന ചിത്രം കോൺഗ്രസ് പുറത്തുവിട്ടു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ BJP ഓഫീസിലെത്തിയപ്പോൾ ഇതേ യുവതി അവിടെ ഉണ്ടായിരുന്നുവെന്നും ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. യുവതി ശോഭയുടെ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടതോടെ BJP പ്രതിരോധത്തിലായിരിക്കുകയാണ്. തന്നെ വേട്ടയാടാൻ കോൺഗ്രസ് തയ്യാറാക്കിയ തിരക്കഥയാണിതെന്നും ആരോപണങ്ങൾ വെറും ഉണ്ടയില്ല വെടിയാണെന്നും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചിരുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പണം കൈമാറിയിട്ടില്ലെന്ന് വയോധികയും കുടുംബവും മൊഴി നൽകിയതോടെ ആരോപണങ്ങളുടെ മുനയും ഒടിഞ്ഞിരിക്കുകയാണ്. വയോധികയ്ക്ക് പണം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന വെള്ള ചുരിദാർ ധരിച്ച സ്ത്രീ തന്റെ കാറിൽ കയറിയിട്ടില്ലെന്ന് ശോഭ വ്യക്തമാക്കുന്നുണ്ട്. BJP ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉണ്ടാക്കിയ വ്യാജ ദൃശ്യങ്ങളാണിതെന്നും അവർ ആരോപിച്ചു. വിനേഷ് എന്നയാൾ ഓടിച്ചിരുന്ന കാറിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പിന്തുടർന്നു. സഭ്യമല്ലാത്ത രീതിയിൽ ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്യുക മാത്രമാണ് താൻ ചെയ്തത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്തരം അതിക്രമങ്ങൾ കണ്ടു നിൽക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ശോഭ പറഞ്ഞു. കണ്ണാടിയിലെത്തിയത് വോട്ട് പിടിക്കാനല്ല, മറിച്ച് അവിടെയുള്ള ഒരു ക്യാൻസർ രോഗിയെ സന്ദർശിക്കാനാണെന്നും അവർ ആവർത്തിച്ചു. എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത കണ്ടു. പാലക്കാട്ടെ വോട്ടർമാരെ മുഴുവൻ മാധ്യമങ്ങൾ അപമാനിച്ചു. പാലക്കാട്ടെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണെന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തത്. 1 മണിക്കൂറിലേറെ കാർ എന്നെ പിന്തുടർന്നു. ആ കാറിനുള്ളിൽ 2 ചെറുപ്പക്കാർ ബാക്കിലിരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ചു ഫ്രണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാർ എൻ്റെ പിന്നിൽ നിന്നു. എന്തിനാണ് ആ കാർ ശോഭാ സുരേന്ദ്രനെ പിന്തുടർന്നത്? ആ കാറിന്റെ ഫോട്ടോയും നമ്പരും എൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർക്ക് എനിക്കെതിരെ പരാതി ലഭിച്ചു. ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പൈസ കൊടുക്കുന്നതായിട്ടാണ് പരാതി. ആദ്യം പരാതി തയ്യാറാക്കിയത് കളക്ടർക്ക് കൊടുത്തു. ഫ്ലൈയിംഗ് സ്ക്വാഡിനെ റെഡിയാക്കി, കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്ത ശേഷമാണ് കാറിലെ ചെറുപ്പക്കാർ പിന്തുടർന്നത്. ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ മറ്റൊരാൾ തയ്യാറാക്കുന്നു, അത് മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കുന്നു. എന്താണ് എൻ്റെ ഭാഗം എന്ന് കേൾക്കാൻ ആരും തയ്യാറായില്ല. എന്നെ വ്യക്തിപരമായി വേട്ടയാടുന്ന വീട്ടിലെ അമ്മയെ സമ്മർദ്ദത്തിലാക്കിയിട്ടും മാധ്യമപ്രവർത്തകർക്ക് തൊണ്ടി കിട്ടിയോ? ആ അമ്മ പണം ആരെങ്കിലും തന്നു എന്ന് പറഞ്ഞു. ആ കഥയും പൊളിഞ്ഞില്ലേ എന്നാണ് ശോഭ ചോദിക്കുന്നത്. അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി 23 വയസ്സുള്ള കുട്ടി സെക്ഷലി ഹരാസ്മെന്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവൻ്റെ അടുത്തേക്ക് ചെല്ലണ്ടേ എന്നാണോ പറയുന്നത്? ഇന്നലെ രാത്രി ചന്ദ്രനഗറിൽ നീ വന്നത് എന്തിനാണെന്ന് ഞാൻ അവനോട് ചോദിക്കുന്നത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. വിനേഷ് സർഗ എന്നാണ് അവൻ്റെ പേര്. പോലീസ് കേസുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവാണ്. കാറിൽ 2 ഗുണ്ടകളെയും കെറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായി കാണേണ്ട സ്ത്രീയെ മോശമായി നോക്കിയത് കൊണ്ടാണ് ചോദിക്കാൻ പോയത്. വൃത്തികെട്ട രീതിയിലാണ് അധിക്ഷേപം ഉണ്ടായത്. പണം കൊടുക്കാൻ വന്ന സ്ത്രീ കോൺഗ്രസ് വിട്ട സ്ത്രീയാണ്. എൻ്റെ കൂടെ കാറുള്ള സ്ത്രീയില്ല. മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ വരുത്തുകയാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതേസമയം പണം കൊടുത്ത സ്ത്രീ ശോഭാ സുരേന്ദ്രൻ സഞ്ചരിച്ച കാറിനുള്ളിലാണ് യാത്ര ചെയ്തതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാർ നിർത്തി ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ആ സ്ത്രീയെ വിളിച്ച് കാറിൽ നിന്ന് ഇറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആരോപണം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ണാടിയിലെ വയോധികയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. തനിക്ക് ആരും പണം നൽകിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരോട് ആ വയോധിക പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്തായാലും വലിയ പ്രതിരോധത്തിലാണ്.